നമസ്കാരം. ഞാൻ ഷംസു യാക്കൂബ്. അസ്സലാമു അലൈക്കും. കുട്ടികൾ എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകും. ഒരു വലിയ ബറ്റാലിയനായിട്ടോ അല്ലെങ്കിൽ കുറച്ച് കൂട്ടുകാരായിട്ടോ ഒക്കെ ഇങ്ങനെ കറങ്ങാൻ പോകും. കറങ്ങാനൊക്കെ കുട്ടികളെ വിടുന്നത് നല്ലതാണ്. നല്ല അഡ്വൈസൊക്കെ കൊടുത്ത് കുട്ടികളെ വിടുക. അവർക്ക് എപ്പോഴും ആ ഒരു ചാൻസ് നമ്മൾ കൊടുത്തിരിക്കണം. പക്ഷേ നമ്മളറിയേണ്ട, മാതാപിതാക്കൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ചെറുപ്പമായിട്ടാണല്ലോ പിന്നെ വലുതായത്, നമുക്ക് കുട്ടികളൊക്കെ ആയത്. പക്ഷേ എന്നാലും ശ്രദ്ധക്കുറവുള്ള ആളുകളുണ്ട്. കുട്ടികളെ നമ്മൾ യഥാസമയം ചെറുപ്പത്തിലെ തന്നെ നീന്തൽ പഠിപ്പിക്കണം, സൈക്ലിംഗ് പഠിപ്പിക്കണം. പിന്നെ 18 വയസ്സാകുമ്പോഴാണല്ലോ നമ്മൾ ബൈക്ക്, കാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. പക്ഷേ അത്യാവശ്യമായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടത് നീന്തലാണ്. ഇപ്പോൾ ഒരു കണക്ക് വന്നേക്കുന്നത്, ഒരു വർഷത്തിനുള്ളിൽ 500 ചില്ലാനം കുട്ടികളാണ് വെള്ളത്തിൽ പോയേക്കുന്നത്, വിദ്യാർത്ഥികളും യുവാക്കളും. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ വീട്ടിൽ കരുതലായി, നമുക്ക് കാവലായി, നമുക്കെന്നും തുണയായി ജീവിക്കേണ്ട നമ്മുടെ മക്കളാണ് ഈ വെള്ളത്തിൽ പോയി മരണപ്പെടുന്നത്. വേദനാജനകമാണ്. അപ്പോൾ ഈ എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കൂട്ടത്തിൽ ചിലവർ ഈ സാഹസികം കാണിക്കും, മറ്റുള്ള ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടി. അങ്ങനെ അബദ്ധങ്ങൾ വരാറുണ്ട്, അല്ലാതെ അബദ്ധങ്ങൾ വരാറുണ്ട്. മാറി നിന്ന് അവസാനം എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നവർ മരണപ്പെട്ടു പോയി. സാഹസികം കാണിച്ചവനൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലാണ് മരണങ്ങൾ. എന്തായാലും നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. നീന്തൽ പഠിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം വെച്ചാൽ അവിടെ നിന്നും ഒരു ക്ലാസ് കിട്ടും. അപ്പം നമ്മൾ എവിടെയെങ്കിലും വെള്ളത്തിലിറങ്ങാൻ വേണ്ടി പോകണമെങ്കിൽ ആ വെള്ളത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കും, ആ പരിസരത്തിലുള്ളവരോട് ചോദിക്കും. അപ്പോൾ നീന്തൽ അറിയാവുന്നവർ തീർച്ചയായിട്ടും ഇതൊക്കെ അന്വേഷിച്ചിരിക്കും. അല്ലാത്തവർ ഒന്നും അറിയില്ല. ഒഴുക്ക് എങ്ങോട്ടാണ് എവിടെയാണ് അതിൻ്റെ കുഴികൾ എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ കാണുമ്പോൾ നല്ല നിരപ്പായിട്ടുള്ള സ്ഥലം, നമ്മൾ വളരെ ഇതായിട്ട് ഇറങ്ങും, നമുക്ക് വളരെ അപകടങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലിറങ്ങുന്നവർ വളരെയധികം സൂക്ഷിക്കുക. ഒരു തരത്തിലും നിങ്ങൾക്ക് നീന്തലോ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പോകരുത്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ, ഇന്ന് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നീന്തൽ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി നീന്തൽ പഠിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ ഘടനകളും കൂടെ പഠിക്കണം. ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങൾ വരാതിരിക്കാൻ എങ്ങനെ. ഇപ്പം നമ്മുടെയൊക്കെ കടപ്പുറത്ത് നീന്തൽ പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഞാൻ നീന്തൽ പഠിക്കാൻ പോയ ഒരാളാണ്. പക്ഷേ അവിടെ ഒരു റൂളുണ്ടായിരുന്നു. ആ റൂൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ 6:30 മണിക്ക് ഞങ്ങളെല്ലാവരും കടപ്പുറത്തെത്തും. അത് പ്രായാധിക്യം മുതൽ ചെറുപ്പക്കാരൻ വരെ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളെ കൗൺസിലറായിട്ടുള്ളൊരു ജി പുരുഷൻ എന്ന് പറഞ്ഞൊരു കൗൺസിലർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഫിസിൽ ഊതിക്കൊണ്ടിട്ട് ഞങ്ങളെല്ലാവരും വെള്ളത്തിലിറങ്ങും. വെള്ളത്തിലൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറയും. അതായത് കാല് താഴെയിട്ട് കൈ കൊണ്ട് തുഴഞ്ഞ് സംസാരിച്ച് ഒരു പരിധി വരെ നമ്മളെത്തും. അത് കഴിയുമ്പോഴത്തേക്കാൾ വീണ്ടും ഫിസിലടിക്കും. നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ സംസാരിച്ച് വരും. വന്നതിന് ശേഷം ആൾ നീട്ടിയൊരു ഫിസിലടിക്കും. അപ്പം നമ്മൾ നീന്തി കരയിൽ വന്ന് നെഞ്ചുറഞ്ഞാൽ മാത്രമേ, മണ്ണിൽ വന്ന് നെഞ്ച് മുട്ടിയാൽ മാത്രമേ നമുക്ക് എഴുന്നേക്കാനുള്ള ഇതുള്ളൂ. അപ്പം നമുക്കൊക്കെ ആ കാലഘട്ടത്തിൽ നല്ലൊരു അറിവ് തന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ കാല് കുത്തുകയോ ചെയ്താൽ വല്ല തെരണ്ടിക്കുഴിയിലോ വല്ല പോയാൽ നമുക്ക് ശ്വാസം കിട്ടില്ല. അപ്പം നല്ലൊരു ക്ലാസ് കിട്ടി നമുക്ക്. അതുപോലെ പല അബദ്ധങ്ങൾ വരാതിരിക്കാൻ ആ കാലഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ കൂട്ടുകാർക്കും അത് ഉപകാരപ്പെട്ടു. ഫിഷിംഗ് ഹാർബറിൽ ജോലി ചെയ്ത എൻ്റെ ഒരു കൂട്ടുകാരൻ, അത് സന്ധ്യാസമയത്ത് വെള്ളത്തിലേക്ക് പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഇത് ഓർമ്മ വന്നു എനിക്ക്. കാര്യം കൈ രണ്ടും മുകളിലിങ്ങനെ രണ്ട് കൈയും കോർത്ത് ഇങ്ങനെ പിടിക്കണമെന്നുള്ളത് അവനക്കൊരു ഓർമ്മ വന്നു. അവൻ താഴെ പോയി പയ്യെ മുട്ടി മുകളിലേക്ക് വന്ന് വെളിച്ചം കണ്ടപ്പോൾ അവൻ വന്ന് മുട്ടിയത് കറക്റ്റ് ബോട്ടിൻ്റെ അടിയിലാണ്. കംപ്ലീറ്റ് ഇത്തളാണ്, കയ്യും കാലും ഒക്കെ കീറും. തലയായിരുന്നെങ്കിൽ തല പൊട്ടിപ്പൊളിഞ്ഞു പോകും. പക്ഷെ അവൻ ഭാഗ്യത്തിന് തട്ടി വന്നപ്പോഴത്തേക്കും ഒരു കാല് പിടുത്തം കിട്ടി, അവൻ രക്ഷപ്പെട്ട്. അപ്പം മനുഷ്യൻ്റെ അറിവുകൾ, ആ അറിവുകൾ ഏത് സമയത്താണ് നമുക്ക് ഉപകാരപ്പെടണമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വായന പോലെയാണ്. വായിക്കുന്ന ആളുകൾക്ക് എന്താ സംഭവിക്കണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ യഥാസമയം പറയാനും ഒക്കെ പറ്റും. നമ്മൾ വേദഗ്രന്ഥങ്ങൾ വായിക്കണമെന്തിനാണ്? നമ്മളെ അറിവുകൾ വർദ്ധിപ്പിക്കാനും നല്ല മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കാനും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക.
നമ്മളെ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒന്നും അറിയാത്തവർ ഇറങ്ങാതിരിക്കുക.